ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ് പ്രേക്ഷകരെ പോകുന്നത്. അതായത് ഷാങ്ഹായ് കോർപ്പറേഷൻ ഉച്ചകോടിയുടെ 2ാം ദിവസമായ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉഭയകക്ഷി ചർച്ച നടത്തും. പ്രതിരോധം, ഊർജ്ജ ബന്ധങ്ങൾ, റഷ്യ യുക്രൈൻ സംഘർഷം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ചർച്ചയുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് സുനിൽ അനുമാൻ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. സുനിൽ, അതായത് ഈ രണ്ട് നേതാക്കളുടെയും ഈ ഒരു കൂടിക്കാഴ്ച എന്ന് പറയുന്നത് ലോകം ഒന്നാകെ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും ഈ അമേരിക്ക ഇന്ത്യക്ക് മേൽ വലിയ അധിക തീരുവ ചുമത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതും എങ്ങനെയാണ് എന്നൊരു കാര്യം കൂടിയുണ്ട്. എന്തുകൊണ്ടാണ് അമേരിക്ക ഇത്തരത്തിലൊരു പ്രകോപനം സൃഷ്ടിക്കുന്നത്? അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങുന്നു എന്നുള്ളൊരു കാരണമാണ്. എന്തായാലും ഇന്നത്തെ ആ ഒരു കൂടിക്കാഴ്ച എന്ന് പറയുന്നത് നിർണായകമാവുകയാണ്. എന്തായിരിക്കും റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ഭാവി നീക്കങ്ങൾ, എങ്ങനെയാണ് അമേരിക്കയെ പ്രതിരോധിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കില്ലേ സുനിൽ? തീർച്ചയായും ഭദ്ര, ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ചയാണ് ചൈനയിൽ നടക്കാൻ പോകുന്നത്. ഷാങ്ഹായ് ഉച്ചകോടിക്കിടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ഈ കൂടിക്കാഴ്ചയിൽ നിർണായകമായ വിഷയങ്ങളാണ് ചർച്ച ചെയ്യാനായി പോകുന്നത്. അതിൽ ഒന്നാമത്തെ വിഷയമെന്ന് പറയുന്നത് റഷ്യയും ഉക്രൈനുമായിട്ടുള്ള സംഘർഷ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഇത് സംബന്ധിച്ച് യുക്രൈൻ ഭരണാധികാരികളുമായി നേരത്തെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശയവിനിമയം നടത്തിയിരുന്നു. ഉച്ചകോടിക്കിടെ ആശയവിനിമയം നടത്തുകയും ഇപ്പോഴത്തെ ഒരു യുക്രൈൻ സംഘർഷത്തിൽ അയവ് വരുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റഷ്യൻ പ്രസിഡന്റുമായും ചർച്ച ചെയ്യുമെന്നുള്ള കാര്യങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞു. അതിനു പുറമെ വളരെ പ്രധാനപ്പെട്ട, ഇന്ത്യയെ വളരെ സാരമായി ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഇന്ന് റഷ്യയുമായി ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത് പുടിനുമായി ചർച്ച ചെയ്യാൻ പോകുന്നത് അത് അമേരിക്കയുടെ അധിക തീരുവ, പിഴ തീരുവ വിഷയത്തിലാണ്. കാരണം 50% തീരുവയാണ് ഇന്ത്യക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ട് അമേരിക്കൻ ഭരണകൂടം വന്നിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം ഇന്ത്യയിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഇതിൽ പ്രധാനമായും റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ പിഴ തീരുവ 50%, 25% തീരുവയ്ക്ക് പുറമെ 25% കൂടെ ചേർത്ത് ആകെ 50% തീരുവ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നത്. അത് ചുമത്തി തുടങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് നിർണായകമായ ഈ വിഷയം പ്രധാനമന്ത്രി ഏത് രീതിയിൽ അവതരിപ്പിക്കുമെന്നും അതിൽ അമേരിക്കയുടെ നിലപാടിനെതിരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധവും നിലപാടുമായി തന്നെ ഇന്ത്യ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം, ഇത് സംബന്ധിച്ച കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു ആശയവിനിമയം ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകുമെന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്ത്യൻ സമയം 9:30 ഇന്ന് കൂടിക്കാഴ്ച നടത്താനായി തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ അതിർത്തി കടന്നുള്ള സംഘർഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇന്ന് ചർച്ച ഉണ്ടാകും. പ്രത്യേകിച്ച് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള നല്ലൊരു നയതന്ത്ര ബന്ധവുമായി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ, ആഭ്യന്തര ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം വിഷയം ചർച്ച ആകുന്നുണ്ട്. ഇതിനിടെ തന്നെ ഇന്ത്യ റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള സൂചനയും വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ഈ തീരുവ വിഷയത്തിൽ ഇന്ത്യ ശക്തമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിക്കുമോ? റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്തുകൊണ്ട് ഈ തീരുവയെ മറികടന്നുകൊണ്ട് അമേരിക്കയ്ക്ക് ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി നൽകുന്ന തരത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോകുമോ എന്നുള്ളത് വളരെ ആശങ്കയോടുകൂടി തന്നെ നമുക്ക് കാണേണ്ട ഒരു കാര്യമാണ്. അതിർത്തി കടന്നുള്ള ഭീകരവാദം എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമായി തന്നെ ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി വരുന്നുണ്ട്. ഒരു കാര്യം, വ്യത്യസ്ത മേഖലകളിൽ റഷ്യയുമായിട്ടുള്ള സഹകരണം, അത് വ്യാവസായിക മേഖലയിലായാലും അതുപോലെ തന്നെ ആണവ മേഖലയിലുള്ള ഒരു സഹകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ചർച്ചയുണ്ടാകും. ഈ ഷാങ്ഹായ് ഉച്ചകോടിക്കിടയിലാണ് ഇത്തരത്തിൽ കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിക്കുകയും അതിനനുസരിച്ച് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഈ ഉച്ചകോടിയിൽ തന്നെ ചൈനയിലെ പ്രതിനിധികളുമായും നേപ്പാൾ പ്രധാനമന്ത്രി അടക്കമുള്ളവരുമായും വിദേശകാര്യ സെക്രട്ടറിമാരടക്കമുള്ളവരുമായും ഒക്കെ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്ന് ഈ കൂടിക്കാഴ്ച പൂർത്തിയാക്കിയ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരിച്ച് ഇന്ത്യയിലേക്ക് ഉച്ചയ്ക്ക് ശേഷം മടങ്ങുമെന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ശരി സുനിൽ, എന്തായാലും അങ്ങനെ തന്നെയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു നിർണായകമായിട്ടുള്ള ഒരു ചർച്ച തന്നെയായി മാറും എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല.